Hello, in this section we are discussing about interaction of electromagnetic radiation with Earth surface features. Electromagnetic radiation that passes through the Earth's atmosphere without being scattered or absorbed reaches the Earth's surface to interact in different ways with different materials constituting the surface. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പല പ്രോസസ്സിനും വിധേയമാവും. സ്കാറ്ററിങ്ങിനും അബ്സോർപ്ഷനും റിഫ്രാക്ഷനും ഒക്കെ വിധേയമാവും. ഇങ്ങനെ സ്കാറ്ററിങ്ങിനും അബ്സോർപ്ഷനും ഒന്നും തന്നെ വിധേയമാകാത്ത കുറച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ എത്തിച്ചേരുകയും എർത്തിന്റെ സർഫസിൽ കാണുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നു. The interaction of electromagnetic radiation with the Earth's surface is driven by three physical processes. Electromagnetic radiation എർത്തിന്റെ സർഫസിൽ മൂന്ന് രീതിയിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. Interaction of electromagnetic radiation with the Earth surface features നെ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിന് ഇൻസിഡന്റ് എനർജി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അബ്സോർബ് ചെയ്തും പോകുന്നുണ്ട്. Absorption. Absorption occurs when the radiation energy is absorbed by the target. Absorption നടക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ടാർജറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് അതിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ്. The proportion of energy absorbed will vary depending on the surface material, condition and wavelength of the energy. ഇനി അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സർഫസിന്റെ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അത് സോയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ വെജിറ്റേഷൻ ആയിരിക്കാം. അപ്പോൾ സർഫസ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിരിക്കും അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് ലെങ്ത്. ഈ മൂന്ന് കാര്യങ്ങളും അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. Reflection. Reflection involves the returning or throwback of the radiation incident on the object on the Earth's surface. Reflection എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എർത്തിന്റെ സർഫസിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിനെ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ത്രോ ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീഡയറക്ട് ചെയ്ത് പോവുക, ബൗൺസ് ചെയ്ത് പോകുന്ന ആ പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. The amount of reflection varies with wavelength of energy, geometry of the surface material. ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് ലെങ്ത്, രണ്ടാമത്തത് സർഫസ് മെറ്റീരിയൽ എന്താണ് അത്, മൂന്നാമത്തത് ജോമെട്രി ഓഫ് ദ സർഫസ്. And there are mainly two types of reflection, that is specular reflection and diffuse reflection. Specular reflection. Specular reflectors are flat surface that produce mirror-like reflections. സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. അതിന്റെ പ്രത്യേകത വളരെ സ്മൂത്ത് ആയിട്ടുള്ള മിറർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഇത് കാണപ്പെടുന്നത്. അതിലുള്ള റിഫ്ലക്ഷനെയാണ് സ്പെക്കുലർ റിഫ്ലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓൺ ആൻ ഐഡിയൽ സ്പെക്കുലർ റിഫ്ലക്ടർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒരു ഐഡിയൽ ആയിട്ടൊരു സ്പെക്കുലർ റിഫ്ലക്ടറിന്റെ ഒരു പ്രത്യേകത ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആയിരിക്കും അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ഫിഗറിൽ നോക്കാം, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ്, ഇതിന് കൃത്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള അവിടുത്തെ റിഫ്ലക്ഷൻ. ഇത്തരത്തിലുള്ള റിഫ്ലക്ഷനെയാണ് സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മിറർ ആൻഡ് കാം സർഫേസസ് ഓഫ് ലേക്സ് ആർ സ്പെക്കുലർ റിഫ്ലക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് മിറർ ലൈക്ക് റിഫ്ലക്ഷൻ. ഇനി മിറർ, അതുപോലെ തന്നെ ലേക്ക്, വളരെ കാം സർഫേസ് ആയിട്ടുള്ള ലേക്ക് ഒക്കെ ഈ സ്പെക്കുലർ റിഫ്ലക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. Diffuse reflection. Diffuse or Lamboscian reflectors are rough surface that reflect uniformly in all direction. Diffuse reflection അല്ലെങ്കിൽ Lamboscian reflection. ഇതിന്റെ പ്രത്യേകത ഇത് നടക്കുന്നത് റഫ് സർഫസിലാണ്. ഇവിടെ ഇൻസിഡന്റ് എനർജി വരുന്നതിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേഡിയേഷൻസ് എല്ലാ ഡയറക്ഷനിലോട്ടും റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതും വളരെ യൂണിഫോം ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. ഇവിടെ ഇൻസിഡന്റ് എനർജി വരുന്നു, റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, എല്ലാ ഡയറക്ഷനിലോട്ടും യൂണിഫോം ആയിട്ടാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. Most surfaces are idealized diffuse or Lamboscian reflectors. എർത്തിന്റെ പ്രതലത്തിൽ കാണപ്പെടുന്ന ആൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഡിഫ്യൂസ് അല്ലെങ്കിൽ ലംബോഷ്യൻ റിഫ്ലക്ടേഴ്സ് ആണ്. Diffuse reflections contain spectral information on the color of the reflecting surface, whereas specular reflections do not.
ഇനി ഡിഫ്യൂസ് റിഫ്ലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സർഫസിൽ നിന്നാണോ അത് റിഫ്ലക്റ്റ് ചെയ്തത് അതിന്റെ കളർ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സ്പെക്ട്രൽ ഇൻഫോർമേഷൻ അത്തരത്തിലുള്ള റിഫ്ലക്ഷനിൽ കാണാൻ പറ്റും. അതേസമയം സ്പെക്കുലർ റിഫ്ലക്ഷനിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ കിട്ടത്തില്ല. ഹെൻസ് ഇൻ റിമോട്ട് സെൻസിംഗ് വി ആർ മോസ്റ്റ് ഓഫൻ ഇൻട്രസ്റ്റഡ് ഇൻ മെഷറിംഗ് ദ ഡിഫ്യൂസ് റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ടെറൈൻ ഫീച്ചേഴ്സ്. അതുകൊണ്ട് റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ്. കാരണം അതിൽ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻ സ്പെക്ട്രൽ ഇൻഫോർമേഷൻ ലഭിക്കുന്നതുകൊണ്ട് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ് റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. Most of the surfaces on Earth are neither perfectly specular or diffuse reflector, but their characteristics are somewhere in between. ഇനി എർത്തിന്റെ സർഫസിലുള്ള ഫീച്ചേഴ്സ് ഐഡിയൽ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സ്പെക്കുലർ റിഫ്ലക്ടർ എന്നോ അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ടർ എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി രണ്ടിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അടങ്ങിയ ഫീച്ചേഴ്സ് ആണ് എർത്ത് സർഫസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സ്പെക്കുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ് റിഫ്ലക്ഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറും ഇമേജുമാണ് കാണുന്നത്. ആദ്യം ആ ഫിഗർ ശ്രദ്ധിക്കാം. ഇൻസിഡന്റ് വേവ് വരുന്നു, അതിന്റെ അതേ ആംഗിൾ ഒരു ഡയറക്ഷനിൽ മാത്രം റിഫ്ലക്ഷൻ നടക്കുന്നു, അത് സ്പെക്കുലർ റിഫ്ലക്റ്റഡ് വേവ്. ഇൻസിഡന്റ് വേവ് വരുന്നു, ഇനി യൂണിഫോം ആയിട്ട് എല്ലാ ഡയറക്ഷനിലും റിഫ്ലക്ഷൻ നടക്കുന്നു, അത് ഡിഫ്യൂസ് റിഫ്ലക്റ്റഡ് വേവ്. ഇനി അത് മനസ്സിലാക്കാൻ കൊടുത്തിരിക്കുന്ന ഫിഗറാണ് താഴെ കാണുന്ന ഇമേജാണ് കാണുന്നത്. ഇതിൽ സ്പെക്കുലർ റിഫ്ലക്ഷനിൽ കാണാൻ സാധിക്കും ഇൻസിഡന്റ് വേവ് വരുന്നു, അതുപോലെ തന്നെ സ്പെക്കുലർ റിഫ്ലക്റ്റഡ് വേവ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ നടക്കുന്നത് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഇമേജ് കാണാൻ സാധിക്കും. ഇനി ഇതൊരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ താഴെ നമുക്ക് വ്യക്തമായിട്ടത് കാണാൻ സാധിക്കത്തില്ല. Transmission. Transmission is when electromagnetic energy is able to pass through the atmosphere and reach the Earth's surface. ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അറ്റ്മോസ്ഫിയറിൽ കൂടെ കടന്നു പോവുകയും എർത്തിന്റെ സർഫസിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോഴാണ്. വിസിബിൾ ലൈറ്റ് ലാർജ്ലി പാസസ് ഓർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ഇത്തരത്തിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. Some types of electromagnetic radiation easily pass through the atmosphere while other types do not. ചില ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വളരെ ഈസി ആയിട്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരാറുണ്ട്. പക്ഷെ ചില ടൈപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്ത് വരാറില്ല. The ability of the atmosphere to allow radiation to pass through it is referred to as transmissivity and varies with the wavelength of radiation. ഇത്തരത്തിൽ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഒരു റേഡിയേഷൻ കടന്നു പോകാനുള്ള അതിന്റെ എബിലിറ്റിയെ വിളിക്കുന്ന പേര് ട്രാൻസ്മിസിവിറ്റി എന്നാണ്. ആ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു റേഡിയേഷന്റെ വേവ് ലെങ്തുമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഡിഫറെന്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ട്രാൻസ്മിറ്റൻസ് കപ്പാസിറ്റി കാണിക്കുന്ന ഒരു ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. 100 നാനോമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി വൈ ആക്സിസിൽ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. 0 മുതൽ 1 വരെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ 1-നടുത്ത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഒക്കെ ഈ ഒരു ഭാഗമൊക്കെ 1-നടുത്താണ് വരുന്നത്. അതിനർത്ഥം അതിന്റെ ട്രാൻസ്മിറ്റൻസ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഇവിടെ 0.4 to 0.7 മൈക്രോമീറ്ററിനൊക്കെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വിസിബിൾ ലൈറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന്റെ ട്രാൻസ്മിറ്റൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ഭാഗം വേണമെങ്കിൽ ഒരു 0.5 to 0.7 മൈക്രോമീറ്ററിന് ഇടയിലാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഭാഗത്തും ട്രാൻസ്മിറ്റൻസ് കൂടുതലാണ്. ഇനി 0ക്ക് അടുത്ത് വരുന്ന വേവ് ലെങ്ത് ഉള്ള ഭാഗങ്ങൾ ഇപ്പോൾ ലെസ് ദാൻ 100 നാനോമീറ്റർ എന്ന് പറയുന്നത് 0ക്കൊക്കെ അടുത്ത് വരുന്ന ഭാഗങ്ങളാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെ റേഡിയേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ട്രാൻസ്മിറ്റൻ കപ്പാസിറ്റി വളരെ വീക്കാണ്, അവിടെ ഒപ്പേക്കായിട്ടാണ് കാണപ്പെടുന്നത്.